യേശുവേ സ്തോത്രം 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 സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലേലൂയ. രാജാതിരാജവേ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താതി കർത്താവേ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കും സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ഓരോ ദിവസവും ഓരോ നിമിഷവും അതിശയരമായി അത്ഭുതകരമായിട്ട് ദൈവം നമ്മെ വഴി നടത്തുന്ന എല്ലാ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തിന്റെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. വൈഷമ്യമേടുകളെയും കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ ജീവിതത്തിൽ ഏതവസ്ഥയിലും കൈവിടാതെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുന്ന സർവശക്തനായ ദൈവത്തെ സ്തുതിക്കാം. ആ ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ അഭയം പ്രാപിച്ച് മുന്നോട്ട് യാത്ര ചെയ്യാം. കർത്താവ് നമ്മെ എത്തിക്കേണ്ട ഇടത്ത് സ്വർഗത്തിലെ ദൈവം എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആ യാത്രയുടെ മധ്യത്തിൽ നമുക്ക് വേണ്ടതൊക്കെയും ദൈവം തന്ന് ഒന്നിനും ഒരു മുടക്കം വരുത്താതോണം ദൈവം നമ്മെ അതിശയരമായി നടത്തുവാൻ മതിയായ ദൈവമത്രേ. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആമേ സ്തോത്രം. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. ഈ പ്രഭാതത്തെ പ്രിയ ദൈവമക്കളെ, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തെ യേശു കർത്താവ് പരിഹരിച്ചു തരും. സ്തോത്രം. അത് ചില വിഷയങ്ങളുടെ നടുവിൽ ആ രീതിയിനകത്തുനിന്ന് ഒരു പരിഹാരം തരും. എങ്ങനെ വിടുവിക്കപ്പെടും എന്നൊക്കെ നാം ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, പരിഹാരം യേശുവിൻ്റെ പക്കലുണ്ട്. യേശു കർത്താവിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയവുമില്ല. സ്തോത്രം. ഞാൻ ഒറ്റയ്ക്കാണ്. എൻ്റെ വിഷയത്തെ ആരോട് പറയും, എങ്ങനെ പരിഹരിക്കപ്പെടും എന്നൊക്കെ ഭാരപ്പെടുമ്പോൾ നിന്റെ വിഷയത്തിൻ്റെ മുഖത്ത് നീ ആയിരിക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ അകത്തേക്ക് കടന്നു വരുന്ന, നിന്നെ തേടി വരുന്ന ഒരു യേശു കർത്താവ് ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആരും മുന്നോട്ട് കൊണ്ടുവരാൻ കാണത്തില്ലായിരിക്കാം, ആരും നിന്റെ വിഷയം പറയുവാൻ ആരും കാണത്തില്ലായിരിക്കും. പക്ഷേ നിന്നെ അറിയുന്ന കർത്താവ്, നീ കടന്നു പോകുന്ന സാഹചര്യത്തെ അറിയുന്ന കർത്താവ്, പ്രിയ ദൈവത്തിലെ നീ ആയിരിക്കുന്ന ഇടത്ത് കർത്താവ് നിന്റെ വിഷയത്തെ വിടുവിക്കേണ്ടതിനായിട്ട്, നീ കടന്നു പോകുന്ന സാഹചര്യത്തിനകത്തുനിന്ന് വിടുവിക്കേണ്ടതിനായിട്ട് എൻ്റെ യേശു കർത്താവ് നിന്റെ അടുക്കിലേക്ക് കടന്നു വരിക. ഈ പകൽക്കാലം ഉറപ്പോടെ ആയിരിക്കാം നിന്റെ വിഷയത്തിന്റെ പരിഹാരം ഈ പകൽക്കാലം വെളിപ്പെടും. നാളുകളായി നീ പരിഹരിക്കപ്പെടാത്ത വിഷയത്തിന്റെ നടുവിലായിരിക്കാം കടന്നു പോകുന്നത്. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, വചനത്തിൽ ഇപ്രകാരം പറയുന്നു, നിനക്ക് അധികം പ്രയാസമുള്ളതിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേ. അതേ സ്തോത്രം. കർത്താവിന്റെ അടുക്കൽ അനേക പല വിഷയങ്ങളെ കൊണ്ടുവച്ചു. പക്ഷേ കൊണ്ടുവരാൻ പറ്റാത്ത പലരുടെ അടുക്കിലേക്ക് എൻ്റെ യേശു കർത്താവ് ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ആർക്കും സ്തോത്രം പരിഹരിക്കാൻ പറ്റാത്ത വിഷയമായിരിക്കാം നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ആരാലും ഒരു സഹായം ലഭിക്കാതെ നിൽക്കുന്നുണ്ടായിരിക്കാം. ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ അടുക്കിലേക്ക് യേശു കർത്താവ് കടന്നു വരും. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നിന്റെ വിടുതൽ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് നിന്റെ അടുക്കിലേക്ക് എൻ്റെ യേശു കർത്താവ് കടന്നു വരും. നിന്റെ വിഷയത്തെ കർത്താവ് പരിഹരിച്ചു തരും. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ആ ഒരു ഉറപ്പോടെ ആയിരിക്കുക. സ്തോത്രം. ഇവിടെ നമുക്ക് സ്തോത്രം മർക്കോസ് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, അവർ കടലിന്റെ അക്കരെ ഗദരദേശത്ത് എത്തി. സ്തോത്രം. യേശു കർത്താവ് ഗദരദേശത്ത് എത്തുന്ന ഒരു അനുഭവമുണ്ട്. എന്തിനാ യേശു കർത്താവ് ഗദരദേശത്ത് എത്തിയെന്ന് ചോദിച്ചു, ഒത്തിരി ഒരു മിറക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയല്ല, ഒരു വ്യക്തിയുടെ വിടുതലിന് വേണ്ടി യേശു കർത്താവ് ഗദരദേശത്തേക്ക് പടക് കയറി പോകുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്രം, നീ ആയിരിക്കുന്ന ഇടത്ത് നീ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് നിന്നെ വിടുവിക്കേണ്ടതിന് വേണ്ടി എൻ്റെ യേശു കർത്താവ് നിന്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണുവാൻ സാധിക്കുന്നു. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറയിൽ നിന്ന് വന്നു, അവനെ എതിരേറ്റു എന്ന് കാണുവാൻ സാധിക്കുന്നു. അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ സാഹചര്യം
സാഹചര്യം, ആ മനുഷ്യൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ, അനുഭവിക്കുന്ന വേദന എല്ലാം അവിടെ വ്യക്തമായി പറയുന്നതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ആ ഒറ്റ മനുഷ്യന്റെ വിടുതലിന് വേണ്ടി യേശു കർത്താവ് അവിടെ കടന്നുപോയി. അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ 21 വാക്യത്തിൽ യേശു വീണ്ടും പടക് കയറി ഇക്കരെ കടന്നു. സ്തോത്രം. അപ്പോൾ ഒത്തിരി പേരുടെ വിടുതലിന് വേണ്ടിയല്ല യേശു കർത്താവ് ഗദരദേശത്ത് കടന്നുപോയത്. ആർക്കും പരിഹരിക്കാൻ പറ്റാതെ, ആർക്കും വിടുവിക്കാൻ കഴിയാതെ, ആരും സഹായമില്ലാതിരുന്ന ഒരു മനുഷ്യനെ തേടി യേശു കർത്താവ് ഗദരദേശത്ത് പോയി എങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ആർക്കും വിടുവിക്കാൻ പറ്റാത്ത വിഷയത്തിന്റെ മുഖത്തായിരിക്കാം, ആരും സഹായത്തിനായിട്ട് ഇല്ലാത്ത സാഹചര്യത്തിലായിരിക്കാം നീ പ്രിയ ദൈവ പൈതലെ നീ കടന്നു പോകുന്നു. പക്ഷെ നിന്നെ തേടി യേശു കർത്താവ് വരും. ഈ പകൽക്കാലം ഉറച്ച് വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ വിടുതന്റെ ടൈം എത്ര? സ്തോത്രം. അനേക ടൈമായി നീ ഭാരപ്പെടുന്ന അതേ വിഷയത്തിന്റെ പരിഹാരവുമായിട്ട് ഇനി ആരാലും പരിഹരിക്കപ്പെടാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴോ പരിഹാരകനായിരിക്കുന്ന യേശു കർത്താവ് നിന്റെ വിഷയത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വരും. സ്തോത്രം. ഇവിടെ 4-ാം അധ്യായം അതിന്റെ 35-ാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അന്ന് സന്ധ്യയായപ്പോ നാം അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു മനുഷ്യന്റെ വിടുതലിന് വേണ്ടി യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നാം ഇവിടെ ഇരിക്കുകയല്ല, നാം അക്കരയ്ക്ക് പോകണം. എന്തിനു വേണ്ടിയാ? ആ ഒറ്റ മനുഷ്യന്റെ വിടുതലിന് വേണ്ടി. സ്തോത്രം. ഹല്ലേലൂയ. അക്കരയ്ക്ക് പോകാൻ യാത്ര തിരിച്ചു. നമുക്ക് കാണുവാൻ, നമുക്ക് അറിയുവാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്നു. പടകിൽ തിര തള്ളിക്കയറുന്ന അനുഭവം ഉണ്ടാകുന്നു. പടക് മുങ്ങിപ്പോകുമെന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ശിഷ്യന്മാർ നിലവിളിക്കുന്നു. ഇങ്ങനെ ഒത്തിരി സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങൾ, വെല്ലുവിളികൾ ആ ഒരു സാഹചര്യത്തിൽ വന്നപ്പോഴും യേശു കർത്താവ് പിന്മാറിപ്പോയി എന്നല്ല. അതേ, ഒരു മനുഷ്യന്റെ വിടുതലാണല്ലോ, ഇനിയിപ്പോൾ പോകണ്ട, സാഹചര്യങ്ങൾ പ്രതികൂലമാണെന്ന് പറഞ്ഞ് തിരിച്ചുപോയ യേശു കർത്താവിനെ അല്ല കാണുവാൻ സാധിക്കുന്നത്. തന്റെ യാത്രയ്ക്ക് തടസ്സമായി നിന്ന് സകല മേഖലകളെയും യേശു കർത്താവ് ശാസിച്ചിട്ട് അമർച്ച ചെയ്തിട്ട് യേശു കർത്താവ് എന്ത് ചെയ്തു? ഗദരദേശത്തേക്ക് എത്തുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവപൈതരെ, നമ്മെ സഹായിക്കാമെന്ന് പറയുന്നവർ, നമ്മുടെ വിഷയത്തിന് പരിഹാരം തരാമെന്ന് പറയുന്നവർ മുന്നോട്ട് കടന്നു വരുന്ന സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ, ഭാരങ്ങൾ കടന്നു വരുമ്പോ, അവർ കടന്നു വരുന്ന സ്റ്റെപ്പിനകത്ത് വച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ കടന്നു വന്ന, ഇനിയിപ്പോൾ ആ ഒരു വിടുതലിന് വേണ്ടി പോകണ്ട, എന്റെ ജീവിതത്തിൽ കൂടി പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് പലരും ഒതുങ്ങി മാറുക നോക്കുമ്പോ അതേ സ്തോത്ര അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ യേശു കർത്താവ് അതേ സ്തോത്ര പടകിൽ ആഞ്ഞടിച്ച കാറ്റും കൊടുങ്കാറ്റും ഒന്നും കണ്ടുകൊണ്ട് യേശു കർത്താവ് മടങ്ങിപ്പോകുകയല്ല. യേശു കർത്താവ് ആ റൂട്ടിൽ തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നു. യേശു കർത്താവ് ഗദരദേശത്തേക്ക് എത്തുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ വിടുതന്റെ ടൈം ആകുമ്പോ പ്രിയ ദേവമക്കളെ, എന്തെല്ലാം പ്രതികൂലങ്ങളും എന്തെല്ലാം പ്രതിസന്ധികളും ഉണ്ടാക്കില്ല, എന്റെ യേശു കർത്താവ് അതിനെയൊക്കെ മറികടന്ന് സ്തോത്ര അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് എന്റെ യേശു കർത്താവ് നിന്റെ അടുക്കൽ വരും. ഇനി ആരൊക്കെ നിന്റെ വിടുതന്റെ തടസ്സമായി നിന്ന് കഴിഞ്ഞാലും കർത്താവ് നിനക്ക് വേണ്ടി വിടുതന്റെ ടൈം നിശ്ചയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ലൈവ് വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയ്ക്കും, നീ അനുഭവിക്കുന്ന വേദനയ്ക്കും, നീ അനുഭവിക്കുന്ന പ്രയാസത്തിന്, നീ അനുഭവിക്കുന്ന ചില ദുഃഖങ്ങൾക്കും സ്തോത്ര എന്റെ ദൈവം ഒരു ടൈം വച്ചിട്ടുണ്ട്. ആ ടൈം കഴിഞ്ഞാൽ നീ ആ വേദനയിൽ കൂടി കടന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇനി അതിനകത്ത് ആരെല്ലാം തടസ്സമായി നിന്നാല്, എന്തെല്ലാം പ്രതിബന്ധങ്ങൾ കടന്നു വന്നാല്, ശത്രു നിനക്കെതിരെ എന്തെല്ലാം പ്രശ്നങ്ങൾ തലപൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാല് എന്റെ കർത്താവ് നിന്നെ തേടി വരും. എന്റെ കർത്താവ് നിന്നെ വിടുവിച്ചിരിക്കുക. കർത്താവ് നിന്റെ കുടുംബത്തെ പുറത്തെടുത്തിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ തുടർന്നുള്ള ഭാഗത്ത് ആ 3-ാം വാക്യത്തിൽ മുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ മനുഷ്യന്റെ അവസ്ഥയെപ്പറ്റി അവിടെ വിവരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയതേ മക്കളെ, അവന്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയെ കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ച് വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ പലരും ഇവന്റെ വിഷയത്തെ ഒതുക്കുവാൻ നോക്കി, ഇവനെ വിടുവിക്കുവാനായിട്ട് നോക്കിയെങ്കിലും ഇവിടെ തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ആർക്കും അവനെ ബന്ധിച്ചു കൂടാതെ വണ്ണം. സ്തോത്രം. ഹല്ലേലൂയ. അവൻ അത്രത്തോളം പ്രതിസന്ധിയുടെ നടുവിൽ കൂടിയ അവൻ കടന്നു പോയത്. അവിടെ വ്യക്തമായി പറയുന്നു, ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാഞ്ഞു. ഹല്ലേലൂയ.
പ്രശ്നത്തിന്റെ സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ കൂടിയാ അവിടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. എന്നിട്ട് പലപ്പോഴും പലരും എന്ത് ചെയ്യുന്നു, അവനെ ബന്ധിക്കുവാൻ, അവനെ ഒതുക്കുവാനായിട്ട് പലരും നോക്കിയെങ്കിലും എന്ത് ചെയ്യുന്നു, അവൻ ആ ചങ്ങലെല്ലാം വലിച്ചു പൊട്ടിച്ച് വിലങ്ങോ ഉരുമി ഒടിച്ചു കളഞ്ഞു. ആർക്കും അവനെ എന്ത് ചെയ്യുന്നു, അടക്കുവാൻ കഴിയില്ല. അപ്പൊ ആർക്കും ബന്ധിക്കുവാൻ കഴിയാത്ത ഒരു വിഷയം, ആർക്കും എന്ത് ചെയ്യുന്നു, അടക്കുവാൻ കഴിയാത്ത രീതിയിൽ ഒരു മനുഷ്യൻ ബന്ധിക്കപ്പെട്ടവനായിട്ട് ആയിരിക്കുമ്പോ ആ മനുഷ്യനെ തേടി യേശു കർത്താവ് അഗദന ദേശത്തുന്ന പട്ടണത്തിൽ എത്തുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഒരു ഡോക്ടറിനും വിടുവിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, സ്തോത്ര, ഒരു മെഡിക്കൽ സയൻസിനും നിന്നെ വിടുവിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോഴും നിന്റെ വിഷയത്തിനകത്ത്, നിന്റെ രോഗത്തിന്റെ നടുവിൽ നിന്ന് വിടുവിപ്പാനായിട്ട് എന്റെ നസ്രയനായിരിക്കുന്ന യേശു കർത്താവ് നിന്നെ തേടി വരും. സ്തോത്ര. പലരും നിന്നെ വിടുവിപ്പാനും പലരും നിന്നെ സഹായിക്കാനൊക്കെ നോക്കിയ സാഹചര്യങ്ങൾ കാണുമായിരിക്കാം. പക്ഷെ അവർക്കൊന്നും പറ്റാതെ അവർ പലരും പിന്മാറി പോകുമ്പോഴും അതേ യാത്രയുടെ മധ്യത്തെ കടന്നു വന്ന പ്രതികൂലത്തിനകത്ത് പിന്മാറി പോകാത്ത ഒരാളുണ്ടെങ്കിൽ എന്റെ നസ്രയനായ യേശു കർത്താവ് മാത്രമത്രേ. യേശു കർത്താവ് നിന്നെ വിടുവിക്കുവാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, യേശു കർത്താവ് നിന്റെ അടുക്കിലേക്ക് കടന്നു വരണമെന്ന് പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ആ പദ്ധതിയെ തടയുവാനായിട്ട് ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയത്തില്ല. യേശു കർത്താവ് നിന്റെ അടുക്കിലേക്ക് വരിക തന്നെ ചെയ്യും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ആർക്കും ഒതുക്കുവാൻ കഴിയുന്നില്ല, ആർക്കും അടക്കുവാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ അടക്കുവാൻ കഴിയുന്നവൻ, ബന്ധിക്കുവാൻ കഴിയുന്നവൻ, ആ മനുഷ്യനെ ഫ്രീയാക്കി വിടുവാൻ കഴിയുന്നവൻ, സ്തോത്ര, പടക് കയറി അവിടെ എത്തുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, പലരാലും നീ വിടുവിക്കപ്പെടുമെന്നൊക്കെ ചിന്തിച്ച സാഹചര്യങ്ങൾ കാണുമായിരിക്കാം. പക്ഷെ സാഹചര്യങ്ങളെല്ലാം മാറിപ്പോയി ഇരിക്കുമ്പോഴും പ്രിയതേ മക്കളെ, നിന്നെ തേടി വരുന്ന ഒരു കർത്താവ്, ഹല്ലേലൂയ, അതെ, നിന്നെ തേടി വരുന്ന ഒരു കർത്താവ് ഉണ്ട്. സ്തോത്രം. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഭാരപ്പെടുന്നില്ലേ? സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്, ആരും എന്നെ വിടുവിപ്പാനില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നീ ആകുലപ്പെടുമ്പോഴും, ആരും അടുത്തില്ലെങ്കിലും പ്രിയതേ മക്കളെ, നിന്റെ സാഹചര്യത്തെ കാണുന്ന, നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ കാണുന്ന സർവശക്തനായ ദൈവം നിന്റെ അരികത്ത് വരും. സ്തോത്ര. ഹല്ലേലൂയ. യേശു കർത്താവ് അടുത്ത് ചെന്ന് ആ മനുഷ്യനെ നമുക്ക് അവിടെ കാണുന്നു. ആ പടക്ക് കയറി യേശു കർത്താവ് അവിടെ ചെന്നപ്പം കാണുന്നു, ആ ഒരു അശുദ്ധാത്മാവുള്ള മനുഷ്യൻ കല്ലറയിൽ നിന്ന് വന്നു യേശു കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ മനുഷ്യന്റെ സാഹചര്യത്തെ, ആ മനുഷ്യന്റെ അവസ്ഥയാ ഞാൻ അവിടെ പറയുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. മനുഷ്യന്റെ പാർപ്പിനെ പറ്റി പറയുന്നു, അവൻ രാവും പകലും കല്ലറകളിലും മലകളും ഇടവിടാതെ നിലവിളിച്ച് തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചു പോന്നു. വളരെയധികം ദയനീയമായിരിക്കുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തന്റെ ശരീരത്തെ തന്നെ താൻ ദണ്ഡിപ്പിക്കുന്ന അനുഭവങ്ങൾ, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാത്ത വണ്ണം, സ്തോത്ര, കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ച് കടന്നു പോകുന്ന, ആർക്കും അടുക്കുവാൻ പോലും കഴിയാത്ത വണ്ണം വളരെയധികം പ്രതികൂലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിന്റെ മധ്യത്തിൽ കൂടി കടന്നു പോകുമ്പോ, പ്രിയതേ മക്കളെ, ഈ ഒരു സാഹചര്യത്തിലാ യേശു കർത്താവ് വരുന്നത് കണ്ടുകൊണ്ട് ഈ ദൂരത്ത് നിന്നുകൊണ്ട് ഈ മനുഷ്യൻ കടന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശു കർത്താവ് ആ മനുഷ്യനെ വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, പരിഹരിക്കാൻ കഴിയത്തില്ല എന്ന് ലോകം വിധി എഴുതുമ്പോഴും പരിഹാരകനായിരിക്കുന്ന യേശു കർത്താവ് നിന്റെ അടുക്കൽ വരും. സ്തോത്ര. ഹല്ലേലൂയ. നിന്റെ സാഹചര്യത്തെ മാറ്റുവാൻ കഴിയുന്ന, നീ കടന്നു പോകുന്ന, സ്തോത്രം, രോഗത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന, നീ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന, ആർക്കും പരിഹരിക്കാൻ കഴിയത്തില്ലായിരിക്കാം. നിന്റെ തലമുറ ആർക്കും വിടുവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കാം. നിന്റെ കുടുംബജീവിതത്തിനകത്ത് പ്രശ്നങ്ങളുടെ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത അനുഭവത്തിലായിരിക്കും കടന്നു പോകുന്നത്. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയാതെ രാവും പകലും നീ നിലവിളിക്കുമ്പോഴും, നിന്റെ മനസ്സ് നിന്റെ കൈത്തളങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ കൈവിട്ടു പോകുന്നു എന്ന ഒരു സാഹചര്യം വരുമ്പോഴും, പ്രിയ ദൈവ പൈതലേ, നിന്നെ തള്ളിക്കളയാത്തൊരു കർത്താവ്, നിന്നെ ഉപേക്ഷിച്ച് കളയാത്തൊരു കർത്താവ്, അതെ, നിന്റെ വിടുതലിന് വേണ്ടി ഈ പകൽക്കാലം എഴുന്നേൽക്കുക. സ്തോത്രം.
അതേകതര സ്തോത്രം നാം അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് യേശു കർത്താവ് യാത്ര തിരിച്ചുവെങ്കിൽ ഈ പ്രഭാതത്തിൽ പറയട്ടെ, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ വിടുതലിനു വേണ്ടി യേശു കർത്താവ് ഇരിക്കുന്ന ഇടത്തുനിന്ന് എഴുന്നേറ്റ് യാത്ര പുറപ്പെടുകയാ. ഹല്ലേലൂയ. പലരും യാത്ര തിരിച്ചിട്ട് പകുതി വഴി വച്ച് നിന്റെ വിടുതലിനെ തടയപ്പെടുവാൻ ഇടയായി തീർന്നു. അവർ മടങ്ങിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. വയ്ക്ക് യാത്ര തിരിച്ച കർത്താവ്, നിന്റെ വിടുതൽ കണ്ടുകൊണ്ട് യാത്ര തിരിച്ച കർത്താവ് തിരിച്ച് മടങ്ങിപ്പോകല. നിന്നെ വിടുവിച്ചിട്ടേ കർത്താവ് മടങ്ങിപ്പോകത്തുള്ളൂ. നിന്റെ കുടുംബത്തെ പുറത്തെടുത്തിട്ടേ കർത്താവ് പോകത്തുള്ളൂ. നിന്റെ വിഷയത്തിന് പരിഹാരം തന്നിട്ടേ എന്റെ യേശു കർത്താവ് മടങ്ങിപ്പോകത്തുള്ളൂ. ഈ പകൽക്കാലം വിശ്വസിക്കുക. പ്രശ്നങ്ങളും പ്രതികൂലം കണ്ടിട്ട് പകുതി വഴി വച്ചിട്ട് മടങ്ങിപ്പോകുന്ന ഒരു കർത്താവല്ല. സ്തോത്ര ഹല്ലേലൂയ. അതേ സ്തോത്ര പ്രശ്നങ്ങളുടെ മധ്യത്തിലും ഭാരങ്ങളുടെയും പ്രതികൂലങ്ങളുടെ മധ്യത്തിലും എന്തും സഹിച്ച് എന്റെ യേശു കർത്താവ് നിന്റെ അടുക്കിലേക്ക് വരും. കാരണം നിന്റെ വിടുതന്റെ ടൈം ഓൾറെഡി കർത്താവ് കുറിച്ച് വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നീ ഇന്ന് അനുഭവിക്കുന്ന ചില വേദനകളും പ്രയാസങ്ങളും ഏത് ടൈം വരെ നീ അനുഭവിക്കണമെന്ന് കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ടൈം കഴിഞ്ഞിട്ട് ഒരു നിമിഷം പോലും നീ ആ പ്രശ്നത്തിനകത്ത് ഉലയുവാൻ, ആ പ്രശ്നത്തിനകത്ത് നീ കിടക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം ഹല്ലേലൂയ. ഇനി ആ യാത്രയെ എത്ര തന്നെ തടയുവാൻ നോക്കിക്കഴിഞ്ഞാലോ എന്റെ കർത്താവ് അതിനെ ശാസിക്കേണ്ടതിനെ ശാസിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. പ്രിയതേ മക്കളെ, അങ്ങനെ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയത്തിനകത്ത് നീ പരിഹരിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരുമ്പോ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, പലരും അത് കണ്ടു ഭയപ്പെട്ടു. ഹല്ലേലൂയ. കാരണം ആരും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ മനുഷ്യന് ഒരു വിടുതൽ ലഭിക്കും. കാരണം പലരും ശ്രമിച്ചതാ ഈ മനുഷ്യനെ ഒന്ന് ഒതുക്കുവാനായിട്ട്, ബന്ധിക്കുവാനായിട്ട് നോക്കി. ആർക്കും കഴിയാതെ ഇരിക്കുമ്പോ ഇനി ഈ മനുഷ്യൻ ഒരിക്കലും വിടുവിക്കപ്പെട്ടു പുറത്തു വരുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ നസ്രയനായിരിക്കുന്ന യേശു കർത്താവ് ഇവന്റെ മേൽ ബാധിച്ചിരുന്ന ഭൂതത്തെ പുറത്താക്കി, ആർക്കും ബന്ധിക്കാൻ പറ്റാത്തതിനെ ബന്ധിച്ചു പുറത്താക്കി കളയുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ഇത് പലരും കണ്ടു. അവിടെ വചനത്തിൽ പറയുന്നു ഭയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ കാണുന്നു യേശുവിന്റെ അടുക്കൽ വന്നു പലരും. അവിടെ തിരുവചനത്തിൽ 15-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, യേശുവിന്റെ അടുക്കൽ വന്നു ലഗ്യനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചു സുബോധം പൂണ്ട് ഇരിക്കുന്നത് കണ്ടു ഭയപ്പെട്ടു. പ്രിയതേ മക്കളെ, സ്തോത്രം. ഈ പൽക്കാലം വിശ്വസിക്കാമോ? മറ്റുള്ളവർ കണ്ട് ഭയപ്പെടത്തക്ക രീതിയിൽ ചില ദൈവപ്രവൃത്തി, അവരുടെ കണ്ണുകൾക്ക് ആശ്ചര്യപ്പെടത്തക്ക രീതിയിൽ ചില ദൈവപ്രവൃത്തി, സ്തോത്രം, സ്വർഗത്തിലെ ദൈവം ചെയ്യും. ഹല്ലേലൂയ. കാരണം നീ പുറത്തു വരിക, നീ വിടുവിക്കപ്പെടുക, അതെന്റെ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി എത്രേ. യേശു കർത്താവിന്റെ കൂടെ പോകുവാൻ ആ മനുഷ്യൻ ആഗ്രഹിച്ചപ്പോ യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്തോത്രം. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരോട് അടുക്കെ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്തത് പ്രസ്താവിക്ക എന്ന് അവരോട് പറഞ്ഞു. പ്രിയതേ മക്കളെ, പലയിടത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നു യേശു കർത്താവ് ചെയ്തിട്ട് അത്ഭുതം ചെയ്ത ഇടത്ത് യേശു കർത്താവ് തന്നെ ചിലടത്ത് പറയുന്നുണ്ട് ഇത് ആരോടും പറയരുത് എന്ന് പറയുന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കെ ചെന്ന്. കാരണം ഈ മനുഷ്യൻ വീട്ടിൽ പോയിട്ട് നാളുകളായി. ഈ മനുഷ്യന്റെ പാർപ്പ് എവിടെയായിരുന്നു? സ്തോത്രം, കല്ലറകളില. സ്തോത്രം. പ്രിയതേ മക്കളെ, എവിടേക്കാണ് കയറാൻ കഴിയാതിരിക്കുന്നത് അവിടേക്ക് നിന്നെ ആദ്യം പറഞ്ഞു വിടുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ശത്രു എവിടെ നിന്നാണ് നിന്നെ തകർത്ത് കളഞ്ഞത് അവിടേക്ക് കർത്താവ് നിന്നെ എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. യേശു അവനോട് പറയുന്നു, നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന്. അപ്പൊ അവന് ഒത്തിരി പേരുണ്ട്, അവരുടെ അടുക്കൽ നിന്ന ഇവനെ ചിതറിച്ച് കളഞ്ഞത്. ഹല്ലേലൂയ. അവിടേക്ക് കർത്താവിനെ മടക്കി അയക്കുവാനായിട്ട് ഇടയായി തീർത്തു. സ്തോത്രം. പ്രിയദേവൈതലേ, ഈ പകൽക്കാലം സാഹചര്യങ്ങൾ മുഖാന്തരമായിട്ട് പലയിടത്തുനിന്ന് നീ അവഗണിക്കപ്പെട്ട് മറ്റു പലയിടത്തുമായിരിക്കും. പക്ഷേ നിന്റെ ജീവിതത്തിനകത്ത് ചില വിടുതലുകൾ തന്നിട്ട് കർത്താവ് പറയും അവരുടെ അടുക്കിലേക്ക് നീ പോ. സ്തോത്രം. കാരണം അവരാ കാണേണ്ടത്. നിന്നോട് കരുണ കാണിച്ച്, അവിടെ തിരുവചനത്തിൽ പറയുന്നു കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക. ഈ മനുഷ്യനൊരു കരുണ ലഭിക്കാതെ, ആരിൽ നിന്നും ഒരു കരുണ ലഭിക്കാതെ ഭവനത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട് കല്ലറകളിൽ പാർക്കുമ്പോൾ ഇവനോട് കരുണ കാണിക്കുവാനുള്ളവൻ,
കരുണ കാണിച്ചേ എന്ന് ആ ഭവനത്തിനുള്ളവരോട് പറയുവാൻ കർത്താവ് പറഞ്ഞുവെങ്കിൽ, പ്രിയതേ മക്കളെ, ആർക്കും നിന്നോട് കരുണ കാണിക്കുവാൻ കഴിയാതിരിക്കുമ്പോഴും, ആരും നിന്നോട് കരുണ കാണിക്കാതെ ഇരിക്കുമ്പോഴും നിന്നോട് കരുണ കാണിക്കുവാൻ കഴിയുന്ന മഹാകരുണയുള്ള കർത്താവ് നിന്നോട് കരുണ കാണിക്കും. ആ കർത്താവ് നിന്നോട് കരുണ കാണിച്ചു, നീ വിടുവിക്കപ്പെട്ടു എന്ന് സ്തോത്രം. നീ എവിടെ നിന്ന് പുറത്താക്കപ്പെട്ടോ അവിടേക്ക് ചെന്ന് പറയത്തക്ക രീതിയിൽ ഒരു സാക്ഷ്യത്തെ സ്വർഗത്തിൽ ദൈവം നിന്റെ ജീവിതത്തിൽ തരും. ഹല്ലേലൂയ. അതേ, ഈ പകൽക്കാലം ആരോടൊക്കെയോ കർത്താവ് കരുണ കാണിക്കാൻ പോകുക. ഈ മനുഷ്യൻ ബന്ധിക്കപ്പെട്ടവനായിട്ട്, ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു അനുഭവത്തിലായിരിക്കുമ്പോ ആരും ഇവനോട് ഒരു കരുണയും കാണിക്കാതെ ആയിരിക്കും ഇവനോട് ഇടപെട്ടത്. പക്ഷേ ഒരു കരുണയുടെ ഉറവിടമായിരിക്കുന്ന കർത്താവ് ഇവനോട് കരുണ കാണിച്ചെന്ന് നീച്ചെന്ന് പറക. അവിടെ പറയുന്നു, ഞാൻ സ്തോത്രം, ഇത് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെ നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക. ഹല്ലേലൂയ. ഒരു കരുണയുടെ ഉറവിടം അവിടെ തുറന്നു കൊടുത്ത് ഈ മനുഷ്യനെ വിടിവിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, നിന്നോട് കരുണ കർത്താവ് കാണിക്കും. ഹല്ലേലൂയ. മനുഷ്യർ കാണിക്കാത്ത ഒരു കരുണ, നിന്റെ ഭവനക്കാർ കാണിക്കാത്ത ഒരു കരുണ, നിന്റെ കൂട്ടുകാർ നിന്നോട് കാണിക്കാത്തതായ ഒരു കരുണ എന്റെ യേശു കർത്താവിൽ നിന്ന് നിനക്ക് ഈ പകൽക്കാലം വെളിപ്പെടാൻ പോകുക. അതേ സ്തോത്രം. ആർക്കും പരിഹരിക്കാൻ പറ്റാതെ, ആർക്കും അടക്കുവാൻ കഴിയാതിരുന്ന മനുഷ്യന്റെ ജീവിതത്തിനകത്ത് കർത്താവിന്റെ കരുണയെ ഈ മകൻ സൗഖ്യമാക്കുവാൻ, സ്വതന്ത്രമാക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നപ്പോ വചനത്തിൽ എന്താ പറഞ്ഞത്? ഇവൻ സുബോധം പൂണ്ട്. ഹല്ലേലൂയ. ഇവന്റെ സുബോധം നഷ്ടപ്പെട്ടപ്പോ ആരും ഇവനോട് കരുണ കാണിക്കുവാൻ മനസ്സു വയ്ക്കാതിരുന്നപ്പോഴും ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, മനസ്സലിവ് കാണിച്ച, അവനോട് കരുണ കാണിച്ച ഒരു കർത്താവിനെ പറ്റിയത്രേ ഞാൻ പറയുന്നത്. ഇന്ന് പലപ്പോഴും നിന്റെ സാഹചര്യങ്ങളെ കണ്ട് ആ സാഹചര്യത്തിനകത്ത് നിന്നെ വീണ്ടും വീണ്ടും മനസ്സിനകത്ത് വേദനകൾ കൊണ്ടുവരുമ്പോ, ആരും നിന്നോട് മനസ്സലിവ് കാണിക്കാതിരിക്കുമ്പോ, ആരും നിന്നോട് കരുണ കാണിക്കാനില്ലാതിരിക്കുമ്പോഴും, പ്രിയ ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നോട് മനസ്സലിവ് കാണിക്കുന്ന, നിന്നോട് കരുണ കാണിക്കുന്ന അരിമ രക്ഷകൻ ഹല്ലേലൂയ നിന്നെ തേടി ഈ പകൽക്കാലം നിന്റെ അടുക്കിലേക്ക് വരും. സ്തോത്രം. ഹല്ലേലൂയ. ആ മനുഷ്യൻ ഇപ്രകാരം ചെയ്തു. ഹല്ലേലൂയ. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പള്ളി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ചിലർ ആശ്ചര്യപ്പെടത്തക്ക രീതിയിൽ, മറ്റുള്ളവർ കണ്ടും ദൈവത്തെ ഭയപ്പെടത്തക്ക രീതിയിൽ ഒരു ദൈവ പ്രവർത്തി. ഹല്ലേലൂയ. ആർക്കും പ്രവർത്തിപ്പാൻ പറ്റാതിരുന്ന സാഹചര്യത്തിൽ നിന്ന് എന്റെ കർത്താവ് ആ മനുഷ്യനെ വിടുവിച്ചു പുറത്തെടുത്തുവെങ്കിൽ, ആർക്കും ഒതുക്കാൻ പറ്റാത്ത, ആർക്കും ബന്ധിക്കുവാൻ കഴിയാത്ത, ആർക്കും പരിഹരിക്കാൻ കഴിയാത്തവണ്ണം ആയിരുന്നു ആ മനുഷ്യന് കർത്താവിന്റെ കരുണയാൽ, സ്തോത്ര, കർത്താവിന്റെ മനസ്സലിവിനാൽ, സ്തോത്ര, ആ മനുഷ്യൻ സൗഖ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീർന്നുവെക്ക്, തന്റെ ജീവിതത്തിൽ സുബോധത്തിന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നുവെക്ക്. ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ചിലതിനകത്തേക്ക് നീ മടങ്ങി വരാൻ പോകുക. ശത്രു നിന്റെ ജീവിതത്തിൽ നിന്ന് അപഹരിച്ചു കളഞ്ഞതിനെ, ശത്രു നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞ അതേ സ്തോത്ര സുബോധത്തെ ദൈവം മടക്കി തരുവാനായിട്ട് ഇടയായിത്തീര. നിന്റെ ആരോഗ്യത്തെ മടക്കി തരുവാനായിട്ട് ഇടയായിത്തീര. നിന്റെ ഭവനത്തിനകത്തുനിന്ന് പുറത്താക്കിയ അനുഭവത്തിൽ നിന്ന് കർത്താവ് ഭവനത്തിലേക്ക് നിന്നെ, സ്തോത്ര ഹല്ലേലൂയ, നിന്നെ തിരിച്ചെത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ചിലരെ കാണിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് വിടുവിച്ചിട്ട് നിന്റെ ഇഷ്ടത്തിന് പോകാൻ പറയുന്ന അനുഭവത്തിലല്ല. പ്രിയതേ മക്കളെ, നീ എവിടെയൊക്കെ നിന്ദിക്കപ്പെട്ടോ, എവിടെയൊക്കെ പരിഹസിക്കപ്പെട്ടോ, അവരുടെ മുമ്പാകെ നിന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന, നിന്നെ സൗഖ്യമാക്കിയെന്നും നീ വിടുതൽ പ്രാപിച്ചു എന്നും കാണിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തെ എന്റെ യേശു കർത്താവ് പരിഹരിച്ചു തരും. നിങ്ങളുടെ വിഷയത്തിന്റെ പരിഹാരം എന്റെ യേശുവിന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. അതെ, ആരും നിങ്ങളുടെ വിഷയത്തെ കർത്താവിനോട് അറിയിക്കാനില്ല എങ്കിലും ഈ പ്രഭാതത്തിൽ നിരാശപ്പെടേണ്ട, ആകുലപ്പെട്ടു പോകണ്ട. നിന്നെ തേടി വരുന്ന ഒരു കർത്താവ്, അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞ് യേശു കർത്താവ് ഗദരദേശത്തെത്തി ആ മനുഷ്യനെ വിടുവിച്ചു. തിരിച്ചു കാണുന്നു, വീണ്ടും പടക് കയറി ഇക്കരയ്ക്ക് യേശു കർത്താവ് പോയി. ആ ഒറ്റ മനുഷ്യന്റെ വിടുതലിന് വേണ്ടി.
ഹല്ലേലൂയ. അവിടെ വളരെ പ്രശസ്തിയുള്ള മനുഷ്യനല്ല, ഒന്നും ആരും പറയാനായിട്ട് ഈ മനുഷ്യനെ പറ്റിയില്ല. പക്ഷേ യേശു കർത്താവ് ആ മനുഷ്യനെ കണ്ടു. നീ ആയിരിക്കുന്ന സാഹചര്യത്തെ കാണുന്ന ഒരു കർത്താവുണ്ട്. നീ കടന്നു പോകുന്ന തകർച്ചയുടെ അനുഭവത്തെ കാണുന്ന ഒരു കർത്താവുണ്ട്. നീ അനുഭവിക്കുന്ന അവഗണനകൾ, നിന്നോട് കരുണ കാണിക്കേണ്ടവരും കരുണ കാണിക്കാതെ മുഖം മറച്ചു പോകുന്നത് കാണുന്ന ഒരു കർത്താവുണ്ട്. പ്രിയതേ മക്കളെ, ഒത്തിരി നാൾ നീ ആ അനുഭവത്തിൽ കൂടി കടന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ കർത്താവ് വിടുവിക്കേണ്ടതിനായിട്ട് കർത്താവ് പുറപ്പെടും. സ്തോത്രം. കർത്താവ് യാത്ര തിരിക്കും. ഹല്ലേലൂയ. കർത്താവ് നിന്നെ വിടുവിക്കേണ്ടതിനായി കർത്താവ് യാത്ര തിരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഏതൊരു പ്രതിസന്ധിയെ നോക്കി കർത്താവ് പിന്മാറിപ്പോകുകയില്ല. എത്തേണ്ടടുത്ത് കർത്താവ് എത്തിയിട്ട് നിന്നെ വിടുവിക്കുവാനായിട്ട് ഇടയെത്തിരും. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തെ എന്റെ യേശു കർത്താവ് പരിഹരിച്ചു തരും. നീ നിരാശപ്പെട്ടു പോകണ്ട, ആകുലപ്പെട്ടു പോകണ്ട. മറ്റുള്ളവർ പറയുന്നുണ്ടായിരിക്കാം, ഇനി ഇതിനകത്ത് പരിഹാരമില്ല, ഇതിനകത്ത് ഇനി വിടുതലില്ല, നീ ഭാരപ്പെടണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ നിന്റെ വിഷയത്തിന്റെ പരിഹാരവുമായിട്ട് എന്റെ യേശു കർത്താവ് നിന്റെ അടുക്കൽ വരും. അതേ, നീ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മ അങ്ങനെ തന്നെ വിളിച്ചു പറയുന്നു, നീ ഭാരപ്പെടുന്ന, നീ ആകുലപ്പെടുന്ന, നീ നിരാശപ്പെടുന്ന, ആർക്കും പരിഹരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന വിഷയത്തിന്റെ പരിഹാരവുമായിട്ട് എന്റെ യേശു കർത്താവ് നിന്റെ അടുക്കൽ വരും. നിന്റെ വിടുതന്റെ പകൽക്കാലമത്രേ. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ തരുന്നു. ആർക്കും ബന്ധിച്ചു കൂടാഞ്ഞ, ആർക്കും അടക്കുവാൻ കഴിയാതിരുന്ന ആ മനുഷ്യനോട് കരുണ കാണിച്ചുകൊണ്ട് എന്റെ കർത്താവ് അടുക്കെ ചെന്ന് ആ മനുഷ്യനെ വിടുവിച്ച് കർത്താവെ പുറത്തെടുത്തുവെങ്കിൽ ഈ പകൽക്കാലം കർത്താവെ ആർക്കും ഒതുക്കുവാൻ കഴിയാതെ, ആർക്കും പരിഹരിക്കാൻ കഴിയാതെ, ആർക്കും വിടുവിപ്പാൻ കഴിയാത്തവണ്ണ ഭാരത്തോടും പ്രയാസത്തോടുമായിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിലായിരിക്കുന്ന അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗം ഇവർക്ക് വേണ്ടി ഈ പകൽക്കാലം പുറപ്പെടണം. അവൻ കർത്താവെ, അവൻ സ്തോത്ര യേശു കർത്താവ് യദരദേശത്തേക്ക് എത്തി സ്തോത്ര മനുഷ്യനെ വിടുവിച്ചതുപോലെ ഈ പകൽക്കാലം തന്റെ ജനം ഏകാന്തയിലായിരിക്കുമ്പോ കർത്താവെ, ഒറ്റപ്പെട്ട അനുഭവത്തിൽ കൂടി ചില വിഷയത്തിന്റെ നടുവിൽ പരിഹാരമില്ലാതെ അലയുമ്പോ കർത്താവെ, അപ്പ ഈ പകൽക്കാലം ചില വിഷയത്തിന്റെ മറുപടികൾ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ കർത്താവെ. അപ്പ അതേ ഈ മനുഷ്യ അവരുടെ വിടുതൽ കണ്ട് അനേക പേര് ദൈവത്തെ ഭയപ്പെടത്തക്ക രീതി, അനേക പേർ ആശ്ചര്യപ്പെടത്തക്ക രീതി എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. ഇവരനുഭവിച്ച വേദനകൾ മതി, ഇവരനുഭവിച്ച രോഗങ്ങൾ മതി, ഇവരനുഭവിച്ച കഷ്ടതകൾക്കെല്ലാം ഒരു പരിമിതി ഇട്ടുകൊണ്ട് എന്റെ കർത്താവിന്റെ വിടുതലിലേക്ക് ഇവരെ കരം പിടിച്ച് കയറ്റുന്നതിനായി സ്തോത്രം. സ്വർഗം വലിയ ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങനെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് എനിക്കിരിക്കുന്നതിനായി സ്തോത്ര. മഹത്വം അങ്ങേക്കായി തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.